BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. ബഹ്റൈൻ്റെ ദേശീയ വിമാന കമ്പനിയായ ഗൾഫ് എയർ ബഹ്റൈനിൽ നിന്നും ഇറാഖിലേക്കുള്ള നേരിട്ടുള്ള വിമാന സർവീസുകൾ പുനരാരംഭിച്ചതായി അറിയിച്ചു. ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള നേരിട്ടുള്ള വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നതിനെ ഗൾഫ് എയർ ഗ്രൂപ്പ് ചെയർമാൻ സായിദ് അൽ സയാനി സ്വാഗതം ചെയ്തു. ബഹ്റൈനിൽ നിന്നും ഇറാഖിലേക്കുള്ള ഗൾഫ് എയറിന്റെ ആദ്യ വിമാനം 1974 ആരംഭിച്ചത്. തുടർന്ന് 2020 കൊറോണ വൈറസ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ വിമാന സർവീസുകൾ നിർത്തിവച്ചിരുന്നു. എല്ലാ ഔദ്യോഗിക നടപടിക്രമങ്ങളും പൂർത്തിയാക്കി ശേഷം വിമാനങ്ങളുടെ സമയക്രമം പ്രഖ്യാപിക്കുമെന്നും ഗൾഫ് എയർ അറിയിച്ചു. ബഹ്റൈനും ചൈനയും സഹകരണം ശക്തിപ്പെടുത്താൻ ഒരുങ്ങുന്നു. ഇതിന്റെ ഭാഗമായി ബഹ്റൈൻ വിദേശകാര്യ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഷെയ്ഖ് അബ്ദുള്ള ബിൻ അഹമ്മദ് അൽ ഖലീഫയും ചൈന വിദേശകാര്യ സഹമന്ത്രി ഡെങ് ലീഡോയും ചർച്ചകളിൽ പങ്കെടുത്തു. രാഷ്ട്രീയ, സാമ്പത്തിക, ശാസ്ത്ര മേഖലകൾ ഉൾപ്പെടെ വിവിധ തലങ്ങളിൽ ചൈനയുമായുള്ള സഹകരണം ശക്തിപ്പെടുത്താനുള്ള താൽപര്യം ഷെയ്ഖ് അബ്ദുള്ള ബിൻ അഹമ്മദ് അൽ ഖലീഫ വ്യക്തമാക്കി. ഗസയിലെ അടിയന്തര വെടിനിർത്തൽ, സാധാരണക്കാർക്ക് മാനുഷിക സഹായം എത്തിക്കൽ എന്നിവ സംബന്ധിച്ചും ചർച്ച നടന്നു. തീർത്ഥാടകർ വ്യാജ ഹജ്ജ് ക്യാമ്പയിനുകളിലും വെബ്സൈറ്റുകളിലും ഇരയാകുന്നത് കരുതിയിരിക്കണമെന്ന് ഹജ്ജ് ഉംറ മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. മന്ത്രാലയത്തിന്റെ അംഗീകൃത വെബ്സൈറ്റിലൂടെയും ആഭ്യന്തര തീർത്ഥാടകർക്കുള്ള ആപ്ലിക്കേഷനായ നുസ്കിലൂടെയും മാത്രമേ ഇടപാടുകൾ നടത്താവൂ. അംഗീകൃത ഔദ്യോഗിക സൈറ്റുകളെ ആശ്രയിക്കുന്നത് ഹജ്ജ് ചെയ്യാനുള്ള അവസരം ഉറപ്പു നൽകും. ഇത് യാത്രയിലുടനീളം തീർത്ഥാടകരുടെ അവകാശങ്ങൾ സംരക്ഷിക്കും. അംഗീകൃത ചാനലുകൾ ഹജ്ജ് ഉംറ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും ഹജ്ജ് ഉംറ മന്ത്രാലയം പറഞ്ഞു. വ്യാജ ഹജ്ജ് കമ്പനികളെ ചെറുക്കുന്നതിൽ എല്ലാ രാജ്യങ്ങളും നടത്തുന്ന ശ്രമങ്ങൾ അഭിനന്ദനാർഹമാണെന്നും ഹജ്ജ് ഉംറ മന്ത്രാലയം കൂട്ടിച്ചേർത്തു. ഇന്ത്യ സഖ്യത്തെ കടന്നാക്രമിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന്റെ ഓരോ നേട്ടങ്ങളിലും ഭാരതീയർ അഭിമാനിക്കുമ്പോൾ ഇന്ത്യ സഖ്യം മാത്രം പുച്ഛിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കർണാടകയിലെ ബലഗാവിയിൽ സംഘടിപ്പിച്ച പൊതുറാലിയിലായിരുന്നു കോൺഗ്രസിനെതിരെ തുറന്നടിച്ചത്. രാജ്യത്തിന്റെ ഓരോ പൗരനും നേടിയെടുത്ത നേട്ടങ്ങളിൽ ഇന്ത്യ സഖ്യം ലംഘിക്കുകയാണ് ചെയ്യുന്നത്. കേന്ദ്ര സർക്കാർ വികസനം നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ കോൺഗ്രസ് അതിന് തടയിടാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രീണന നയമാണ് ഇന്ത്യ സഖ്യത്തിനുള്ളതെന്നും ആർട്ടിക്കിൾ 370 പ്രാബല്യത്തിൽ വരുത്താനാണ് അവർ വീണ്ടും ശ്രമിക്കുന്നതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഇന്ത്യയുടെ സെമി ഹൈസ്പീഡ് ട്രെയിനായ വന്ദേ ഭാരതിന് പിന്നാലെ വന്ദേ മെട്രോ അവതരിപ്പിക്കാൻ ഇന്ത്യൻ റെയിൽവേ ഈ വർഷം ജൂലൈയോടെ പരീക്ഷണയോട്ടം ആരംഭിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും റെയിൽവേ വൃത്തങ്ങൾ അറിയിച്ചു. കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ സ്റ്റോപ്പുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പെട്ടെന്ന് വേഗത കുറയ്ക്കാനും കൂട്ടാനും സാധിക്കുന്ന ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് വന്ദേ മെട്രോ അവതരിപ്പിക്കുക. ഉയർന്നുവരുന്ന നഗരവാസികളുടെ യാത്രാ ആവശ്യങ്ങൾ കണക്കിലെടുത്താണ് പുതിയ സംവിധാനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരും. LDF കൺവീനർ EP ജയരാജൻ BJPയുടെ കേരളത്തിന്റെ ചുമതലയുള്ള നേതാവ് പ്രകാശ് ജാവേദ്കറുമായി കൂടിക്കാഴ്ച നടത്തിയ സംഭവം വിവാദമായിരിക്കുന്ന സാഹചര്യത്തിലാണ് യോഗം ചേരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിലയിരുത്തുന്നതിനാണ് ഇന്ന് പ്രധാനമായും സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നത്. സർക്കാർ വിരുദ്ധ വികാരം തെരഞ്ഞെടുപ്പിൽ ആഞ്ഞടിച്ചില്ലെന്നാണ് CPMന്റെ കണക്കുകൂട്ടൽ. പോളിംഗ് ശതമാനം കുറഞ്ഞതുകൊണ്ട് UDFന് അനുകൂലമായ തരംഗം കേരളത്തിൽ അലയടിച്ചിട്ടില്ല ാണ് വിലയിരുത്തൽ. 20 മണ്ഡലങ്ങളിൽ നിന്നുള്ള ബൂത്ത് തലത്തിലെ കണക്ക് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് ചർച്ച ചെയ്യുമെന്നാണ് വിവരം. അതേസമയം EP ജയരാജൻ, പ്രകാശ് ജാവേദ്കർ കൂടിക്കാഴ്ചയിൽ കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ കടുത്ത അതൃപ്തിയിലാണ്. യോഗത്തിൽ EPക്കെതിരെ നടപടിയെക്കുറിച്ച് ചർച്ചയുണ്ടാകുമെന്നും സൂചനയുണ്ട്. കേരളത്തിൽ സുതാര്യവും നീതിപൂർവകവുമായ വോട്ടെടുപ്പ് നടന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ നേതാവ് VD സതീശൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. 2 വോട്ടുകൾക്കിടയിലെ കാലതാമസം പല ബൂത്തുകളിലും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. കനത്ത ചൂടിൽ മണിക്കൂറുകളോളം കാത്തുനിന്നിട്ടും വോട്ട് ചെയ്യാനാകാതെ നിരവധി പേർ മടങ്ങിയ സംഭവങ്ങളുമുണ്ടായി. 6 മണിക്ക് മുൻപ് ബൂത്തിലെത്തിയ നിരവധി പേർക്ക് വോട്ട് ചെയ്യാനാകാത്ത സാഹചര്യവും പല സ്ഥലങ്ങളിലും ഉണ്ടായെന്നും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പ് നടത്തിപ്പിലുണ്ടായ ഗുരുതര വീഴ്ചകളെക്കുറിച്ച് സ്വതന്ത്രമായ അന്വേഷണം നടത്തണമെന്നും പ്രതിപക്ഷ നേതാവ് പരാതിയിൽ ആവശ്യപ്പെട്ടു. സ്കൂൾ തലത്തിലുള്ള ഗ്രേസ് മാർക്ക് മാനദണ്ഡത്തിൽ മാറ്റം വരുത്തി കേരള സർക്കാർ. ഗ്രേസ് മാർക്ക് മാത്രം പരിഗണിച്ചാൽ മതിയെന്നും ബോണസ് മാർക്ക് നൽകേണ്ടതില്ലെന്നും തീരുമാനിച്ചു. ഇരട്ട ആനുകൂല്യം അക്കാദമിക രംഗത്ത് മികവ് പുലർത്തുന്നവരെ പിന്തള്ളുന്നുവെന്ന് വിലയിരുത്തിയാണ് നടപടി. സ്കൂൾ തലത്തിൽ
കലാകായിക മത്സരങ്ങളിൽ സംസ്ഥാന തലത്തിൽ എ ഗ്രേഡ് അടക്കം നേടുന്നവർക്ക് ഗ്രേസ് മാർക്ക് അനുവദിക്കാറുണ്ട്. ഇതോടൊപ്പം ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് ബോണസ് മാർക്ക് കൂടി നൽകുന്നുണ്ട്. ഇത് അക്കാദമിക രംഗത്ത് മികവ് പുലർത്തുന്ന വിദ്യാർത്ഥികൾ പിന്തള്ളപ്പെടുന്നുവെന്ന് കണ്ടെത്തിയാണ് മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തിയത്. SLC, ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഗ്രേസ് മാർക്ക് മാനദണ്ഡങ്ങളാണ് പരിഷ്കരിച്ചത്. പാലക്കാട് സൂര്യാഘാതമേറ്റ വീണ്ടും മരണം. പാലക്കാട് എലപ്പള്ളി സ്വദേശി ലക്ഷ്മിയാണ് മരിച്ചത്. ലക്ഷ്മിയെ കനാലിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. സൂര്യാഘാതമാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കി. പാലക്കാട് ജില്ല വെന്തുരുകുകയാണ്. ജില്ലയിൽ ഉഷ്ണതരംഗം സ്ഥിരീകരിച്ചു. ആളുകളോട് ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം വന്ന പശ്ചാത്തലത്തിലാണ് 90 വയസ്സുള്ള ലക്ഷ്മി അമ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഒരാഴ്ചക്കിടെ ഉണ്ടാകുന്ന മൂന്നാമത്തെ മരണമാണിത്. കഴിഞ്ഞ ദിവസം 2 പേരാണ് സൂര്യാഘാതം കാരണം മരിച്ചത്. അതിലൊരാളുടെ മരണകാരണം നിർജ്ജലീകരണമായിരുന്നു. പാലക്കാട് ജില്ലയിൽ അതീവ ചൂട് തുടരുന്ന സാഹചര്യത്തിൽ കനത്ത ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശം ഇതിനോടകം തന്നെ ജില്ലാ ഭരണകൂടവും ആരോഗ്യ വിഭാഗവും പുറപ്പെടുവിച്ചു. ഏതാനും ദിവസം കൂടി ജില്ലയിൽ സമാനമായ സാഹചര്യങ്ങൾ തുടരുമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ അറിയിക്കുന്നത്. കൊല്ലം, തൃശൂർ ജില്ലകളിലും താപതരംഗ മുന്നറിയിപ്പ് തുടരും. പാലക്കാട് 41 ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം, തൃശൂർ ജില്ലകളിൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. നടൻ ജഗതി ശ്രീകുമാറിന് പശ്ചിമ ബംഗാൾ രാജ്ഭവന്റെ ഗവർണൻസ് അവാർഡ് ഓഫ് എക്സലൻസ് ഗവർണർ ഡോക്ടർ CV ആനന്ദബോസ് തിരുവനന്തപുരത്ത് ജഗതിയുടെ വീട്ടിലെത്തി സമ്മാനിച്ചു. കലാസാഹിത്യ സാംസ്കാരിക പ്രവർത്തനങ്ങൾ പരിപോഷിപ്പിക്കുന്നതിന് രാജ്ഭവൻ ആസ്ഥാനമായി രൂപം നൽകിയ കലാകേന്ദ്ര മിഷന്റെ ക്രാന്തി മിഷന്റെ ഭാഗമായി ഏർപ്പെടുത്തിയതാണ് 50,000 രൂപയും കീർത്തിപത്രവും ഫലകവും ഉൾപ്പെട്ട ദേശീയ പുരസ്കാരം. യേശുദാസിന്റെ പാട്ടെന്ന പോലെ ദൃശ്യമാധ്യമങ്ങളിൽ ജഗതിയെ കാണാത്തൊരു ദിവസം പോലുമില്ലെന്ന് ആനന്ദ് ബോസ് പറഞ്ഞു. അദ്ദേഹം സാംസ്കാരിക കേരളത്തിന്റെ വിശേഷിച്ച് ചലച്ചിത്ര മേഖലയുടെ പുരോഗതിക്ക് നൽകിയ സംഭാവനകൾ അളവറ്റതാണെന്നും അദ്ദേഹം കീർത്തിപത്രത്തിൽ പരാമർശിച്ചു. മത്സ്യലഭ്യത കുറഞ്ഞ തൊഴിൽ നഷ്ടപ്പെട്ട പട്ടിണിയിലായ മത്സ്യത്തൊഴിലാളികളെ ക്ഷേമനിധി ബോർഡും കൈയൊഴിയുന്നു. ക്ഷേമനിധി ബോർഡിൽ നിന്നുള്ള പെൻഷൻ മുടങ്ങിയിട്ട് 7 മാസം പിന്നിട്ടു. 8 മാസത്തെ പെൻഷൻ ലഭിക്കാനുള്ളപ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് 2 മാസത്തെ പെൻഷൻ ഉടൻ നൽകുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഭൂരിഭാഗം പേർക്കും ലഭിച്ചിട്ടില്ല. ചുരുക്കം പേർക്ക് ലഭിച്ചതാവട്ടെ 1 മാസത്തെ തുകയും. ഇത് കണക്കിലെടുത്താൽ പോലും 7 മാസത്തെ പെൻഷനാണ് കുടിശ്ശികയായി കിടക്കുന്നത്. പല സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പെൻഷൻ തടഞ്ഞുവെച്ചത്. മാസങ്ങളായി മത്സ്യലഭ്യത ഗണ്യമായി കുറഞ്ഞത് കാരണം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ തൊഴിലാളികൾ പ്രയാസപ്പെടുമ്പോഴാണ് ആനുകൂല്യങ്ങൾ തടഞ്ഞുവെച്ച സർക്കാർ തൊഴിലാളികളെ വട്ടം കറക്കുന്നത്. മാത്രമല്ല 2022 ശേഷം വിവാഹ ധനസഹായം, ചികിത്സാ സഹായം, മക്കളുടെ വിദ്യാഭ്യാസ ധനസഹായം അടക്കമുള്ള മറ്റ് ആനുകൂല്യങ്ങളും അനുവദിച്ചിട്ടില്ല. മത്സ്യത്തൊഴിലാളികൾക്ക് വർഷം 1,350 രൂപ ലഭിച്ചിരുന്ന തണൽ പദ്ധതിയും നിലച്ചിട്ട് 3 വർഷമായി. ജോലിക്കിടെ അപകടത്തിൽപ്പെടുന്നവർക്കുള്ള ആരോഗ്യ ഇൻഷുറൻസ് 4 വർഷമായി തടഞ്ഞുവെച്ചിരിക്കുകയാണ്. വോട്ടർമാരുടെ വിരലിൽ പുരട്ടുന്ന മഷി പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് വിനയായി. പലർക്കും നീറ്റിലും അസ്വസ്ഥതയും രൂപപ്പെട്ടു. ചിലർക്ക് മഷി തട്ടിയ ഭാഗങ്ങളിൽ പൊള്ളലേറ്റ തൊലിയടർന്നു. മഷി തട്ടിയ വിരലുകൾ കൊണ്ട് ടച്ച് ചെയ്താൽ ഫോൺ വർക്ക് ചെയ്യുന്നില്ലെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. മഷി കൂടുതലായ ഭാഗങ്ങളിൽ തൊട്ടാൽ അറിയുന്നുമില്ല. കുപ്പി തുറക്കുന്നതിനിടെ തെറിച്ചാണ് പലരുടെയും ശരീരഭാഗങ്ങളിലും വിരലുകളിലും മഷി കൂടുതലായി പതിഞ്ഞത്. മഷി പുരട്ടുന്ന ഉദ്യോഗസ്ഥർക്ക് ഗ്ലൗസോ സുരക്ഷാ ഉപകരണങ്ങളോ നൽകിയിരുന്നില്ലെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. പ്രസവത്തെ തുടർന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ യുവതി മരിച്ചെന്ന പരാതിയിൽ അന്വേഷണം നടത്താൻ മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ജോയിന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്താനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അന്തരീക്ഷ താപനില ഉയർന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ അങ്കണവാടികളിലെ പ്രീ സ്കൂൾ പ്രവർത്തനം ഒരാഴ്ചത്തേക്ക് നിർത്തിവെക്കാൻ വനിതാ ശിശു വികസന വകുപ്പിന്റെ തീരുമാനം. ഉഷ്ണതരംഗത്തിന്റെ പശ്ചാത്തലത്തിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ സുരക്ഷാ മുന്നറിയിപ്പിനെ തുടർന്നും ആരോഗ്യവകുപ്പിന്റെ ആരോഗ്യ ജാഗ്രതാ നിർദ്ദേശത്തെ തുടർന്നുമാണ് മന്ത്രി വീണ ജോർജ് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയത്. അങ്കണവാടികളുടെ മറ്റ് പ്രവർത്തനങ്ങൾ പതിവ് പോലെ നടക്കും. ഈ കാലയളവിൽ കുട്ടികൾക്ക് നൽകേണ്ട സപ്ലിമെന്ററി ന്യൂട്രീഷൻ വീടുകളിൽ എത്തിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.